കാശ്മീർ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം നമ്മൾ ഡൽഹിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി അടുത്ത ലക്ഷ്യം കുളുവിലെ സ്റ്റേ ആണ്. അപ്പോൾ ഒരു രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രാത്രി കാറ് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പുറകിൽ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പുറകിൽ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലഗേജ് പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു 7:30 ആയി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. 7:30 ആയപ്പോൾ തന്നെ നമ്മൾ ഡൽഹിയിൽ ഏകദേശം വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി. 6 ലൈൻ റോഡാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വണ്ടികൾ റോഡിലുണ്ട്. പിന്നെ ഡൽഹിയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ്, എന്നാലും ഒരു മൂടൽമഞ്ഞുണ്ട്. നമ്മൾ കാണാൻ പറ്റാത്ത ടൈപ്പ് മൂടൽമഞ്ഞൊന്നുമില്ല. വീഡിയോയിലാണെങ്കിൽ അത് തീരെ ഒട്ടും കാണുന്നില്ല ആ മഞ്ഞ്. അപ്പോളേ എന്തായാലും നല്ല റോഡിൻ്റെ സുഖം ഇതുവരെ കഴിഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ടേണിങ് എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ബ്ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. രാവിലെ 8 മണി സമയത്താണ് ഈ ബ്ലോക്ക് എന്ന് ആലോചിക്കണം. അതും 3 ലൈന് റോഡുള്ള, വൺ സൈഡ് 3 ലൈൻ റോഡുള്ള സ്ഥലത്ത്. ആ ഒരു ടേണിങ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ബ്ലോക്ക് തീർന്നായിരുന്നു. പക്ഷേ ഡൽഹിയിലെ ഈ ഒരു റോഡ് കുറച്ചും കൂടി കാലിയായിട്ട് കിടക്കുന്നത് പോലെ തോന്നി. പിന്നെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒരു വേറെ സ്ഥലത്ത് ചെന്ന, വേറെ രാജ്യത്ത് ചെന്ന ഫീല് തരുന്ന രീതിയിലാണ് റോഡിൻ്റെ കണ്ടീഷനും ബിൽഡിങ്ങുകളും. എന്നാൽ പഴയ സിറ്റികൾ പല സ്ഥലത്തും ഇപ്പോഴും നിലവിലുണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അധികം ഫ്ലൈ ഓവർ വഴിയാണ് നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു വിദേശത്ത് ചെന്ന ഫീല് തന്നെ നമുക്ക് ഡൽഹി തരുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കൂടെ നമ്മുടെ സാധാരണ വണ്ടികൾ കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടിലാണെന്നുള്ള ഒരു ഓർമ്മ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഡൽഹിയുടെ പ്രധാന നട്ടെല്ലായ മെട്രോ ലൈന് ഏതിലെ പോയി കഴിഞ്ഞാലും നമുക്ക് മെട്രോ ലൈൻ തന്നെ കാണാൻ പറ്റുന്നത്. തിരക്കേറിയ സിറ്റി ആണെന്നുണ്ടെങ്കിലും മോടി പിടിപ്പിക്കലിലൊക്കെ ഡൽഹി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ അറിയാലോ, ഈ ഒരു സമയത്ത് തന്നെ ഈ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് 24 മണിക്കൂർ ഓൺ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. എന്തായാലും കാഴ്ചകൾ മനോഹരമാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ടൈറ്റ് ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കാരണം നല്ല ഡീസൻ്റായിട്ട് നമുക്ക് ഇത്രയും ദൂരം മുന്നോട്ട് പോരാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ജംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് എല്ലാം ഫ്ലൈ ഓവർ, ബട്ടർഫ്ലൈ ഫ്ലൈ ഓവർ എന്നുള്ള രീതിയിലാണ് ഒരു സ്ഥലങ്ങളെല്ലാം പാസ് ചെയ്ത് പോകുന്നത്. മെട്രോ ആണെന്നുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും മെട്രോ വായുന്നു എന്നുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ കൊച്ചിയിൽ ആകെ ഒരു ലൈൻ മെട്രോ കാണുന്ന സ്ഥലത്ത് ഡൽഹിയിൽ ഏതിലെ പോയാലും മെട്രോ ലൈൻ കാണുന്ന രീതിയിലാണ്. അത്രയും വ്യാപിച്ച് കിടക്കുന്നൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് മെട്രോ ലൈൻ, ഡൽഹി മെട്രോ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ലെഫ്റ്റിൽ ഒരു സൈഡിലേക്ക് ഒരു മെട്രോ ലൈൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നേരെ ക്രോസ് ചെയ്തിട്ട് വേറൊരു മെട്രോ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. എല്ലാ സ്ഥലത്തും ജംഗ്ഷന്, പല സ്ഥലങ്ങളിലും മെട്രോ പല ലൈനുകളും കൂടിച്ചേരുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം. ഇത് പഞ്ചാബി ബാഗ് എന്നുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സൈൻ ബോർഡുകളിലെല്ലാം ചെറിയ ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഫെമിലിയർ ആയിരിക്കാം, പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ് റിക്ഷ. അത് ആദ്യം ആൾ വലിക്കുന്ന റിക്ഷയും സൈക്കിൾ ചവിട്ടുന്ന റിക്ഷയായിരുന്നു. അത് ഈ റിക്ഷയിലേക്ക് മാറി. എന്നാൽ സൈക്കിൾ വെച്ച് ചവിട്ടുന്ന റിക്ഷകൾ ഇപ്പോഴും നിലവിൽ ഡൽഹിയിലുണ്ട് ഇഷ്ടം പോലെ. അത് ലഗേജ് കൊണ്ടുപോകാനായിട്ടും അതുപോലെ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടും തന്നെ ഈ സൈക്കിൾ റിക്ഷകൾ ഡൽഹിയിൽ ഇഷ്ടം പോലെയുണ്ട്. ഡൽഹിയിൽ വെച്ച് നമുക്കൊരു പണി കിട്ടിയ സ്ഥലം, അതായത് ട്രാഫിക് ബ്ലോക്ക് കിട്ടിയ സ്ഥലം ഈ ഒരു മാർക്കറ്റിലായിരുന്നു. ഇവിടെ നമുക്കൊരു 15 മിനിറ്റോളം നല്ല കട്ട ബ്ലോക്ക് കിട്ടി. നമുക്ക് ഏകദേശം ഈ വഴി തിരഞ്ഞെടുക്കേണ്ട, വേറെ വഴി പോന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കേണ്ട രീതിയിൽ ബ്ലോക്കായിപ്പോയി. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചരക്ക് വണ്ടികൾ, റിക്ഷകളും ഇടയിലൂടെ ഏത് നിമിഷവും വണ്ടിയിൽ കൊടുന്ന് ഇടിക്കും എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. നമ്മളെ കുറച്ചധികം ടെൻഷനാക്കിയ സ്ഥലമായിരുന്നു ഈ ഒരു ട്രാഫിക് ബ്ലോക്ക്. ഇതെല്ലാം മാർക്കറ്റിലേക്ക് ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള വണ്ടികളുടെ ക്യൂ ആണ്. ഈ വണ്ടികൾ കാരണമായിരുന്നു ഇവിടെ ഇത്രയും ബ്ലോക്ക് ഉണ്ടായത്. എന്തായാലും അത്യാവശ്യം സമയം ഈ ബ്ലോക്കിൽ കടക്കേണ്ടി വന്നു. ഈ ഫ്രൂട്ട്സുകളുടെ ഒരു നിര തന്നെ റിക്ഷകളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്ത് ഏതെങ്കിലും വണ്ടികളിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അൺലോഡ് ചെയ്ത് റിക്ഷയിലേക്ക് മാറ്റി കയറ്റിയതായിരിക്കാം. ഇവിടെ വന്നപ്പോഴും ഇതേ മാർക്കറ്റിൻ്റെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ തിരക്ക് നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനിൽ തന്നെ, അതിൽ വഴിയാണ് എല്ലാ വണ്ടികളും അകത്തേക്ക് കയറുന്നത്. ഇനി വൺ വേ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ഗേറ്റിൽ നമുക്ക് ഒട്ടും ട്രാഫിക്കോ കാര്യങ്ങളോ ഫീൽ ചെയ്തില്ല. ഇനി നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഡൽഹിയിൽ അത്യാവശ്യം പെട്രോളിന് വിലക്കുറവുള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്ത് ഫുൾ ടാങ്ക് ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യാത്രയിലുടനീളം ഭാരത് പെട്രോളിയം ആണ് പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് ഇവിടെ നിന്ന് അടിച്ച്. ഇവിടെ 94 രൂപയും 87 പൈസയാണ് വില, ഡൽഹിയിലെ വില. നമ്മുടെ നാട്ടിലെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ട് തോന്നി. ഇന്നും രാവിലെ പെട്രോൾ പമ്പിന് അടുത്ത് തന്നെ ഒരു കട കിട്ടി. രാവിലെ തന്നെ ബിരിയാണി ചെമ്പ് ചൂടോടുകൂടി പൊട്ടിച്ച് ബിരിയാണി കഴിക്കാനാണ് ഇന്നും തീരുമാനം എടുത്തത്. അപ്പോൾ ഇന്നലെയും ബിരിയാണി ആയിരുന്നു, ഇന്ന് ബിരിയാണി തന്നെയാണ്.
ഇത് ഒരു ചെറിയ ഹോട്ടലാണ്, പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയതാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെ ആയതുകൊണ്ട് മേളിൽ കൂടി പോകണമെങ്കിൽ നമുക്കിത് കിട്ടില്ലായിരുന്നു. ഫ്രഷായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ദമ്മ് പൊട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബിരിയാണി എപ്പോഴും തൂക്കിയിട്ടാണ് നൽകുക. ഇതുപോലെ എടുത്ത് തൂക്കിയിട്ടാണ് 1/2 കിലോക്ക് 120 രൂപ, അതാണ് അതിൻ്റെ ചാർജ്. ഇത് മുറാബാദ് ബിരിയാണിയാണ്, അതായത് പ്രത്യേകിച്ച് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് പച്ചമുളകുണ്ട്, ചിക്കൻ വേവിച്ചിട്ടുണ്ട്, കുറച്ച് ജീരകമുണ്ട്, ഗരം മസാല ഉണ്ട് തോന്നുന്നു. ഒരു പുഴുങ്ങിയെടുത്ത ഫീല്. എന്നാൽ അത് മസാല ഇല്ലാത്തതുകൊണ്ട് രാവിലെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും സവാള കൂട്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഈ ഒരു ചട്നിയും കൂട്ടിയിട്ട് ബിരിയാണി അയച്ചു. നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു ഹൈ ബൈ പറയാനൊന്നുമില്ല. ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു വേറെ വെർഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിക്കൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു ബോയിൽ ചെയ്ത ഫീല്, കാരണം മസാലകളൊന്നും ഇല്ല. ചണ്ഡീഗഡിലേക്കുള്ള യാത്രയിൽ ആ ഒരു ഫീൽ മാത്രമാണ്. ഇതുപോലത്തെ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ നിർത്തിയതാണ് ഈ ഒരു കടയിൽ. 4 ജ്യൂസ് പറഞ്ഞു. അവൻ ആദ്യം പറഞ്ഞു 70 രൂപ, 80 രൂപ, 100 രൂപ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ 4 പേർക്കും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി തൊലി കളഞ്ഞ് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നു. അവസാനം പേയ്മെൻറ്റ് മേടിച്ചപ്പോൾ 100 രൂപയായി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തത് ഏറ്റവും വലിയ ക്ലാസ്സാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഇതാണ്. അയാൾ ആ കറക്കുന്നത് കണ്ടില്ലേ, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ടോണ് കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ ഡൽഹി പിന്നിട്ട് ഹരിയാനയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക് കാര്യമായിട്ട് ദൂരമൊന്നുമില്ല. നമുക്ക് ഡൽഹിയുടെ ആ ഫീല് തന്നെയാണ് കിട്ടുക. ജസ്റ്റ് ഒരു ബോർഡ് കണ്ടപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലായത് ഹരിയാനയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ഇവിടുന്ന് നാവിഗേഷനുള്ളത് ലെഫ്റ്റിലേക്ക് നമുക്ക് പോകേണ്ട ചണ്ഡീഗഡും റൈറ്റിലേക്ക് ലുധിയാനയാണ്. എനിക്ക് തോന്നുന്നു ഫ്ലൈ ഓവറിൻ്റെ കാര്യമായിരിക്കും വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്. യാത്രയിലുടനീളം നമുക്ക് ഡൽഹിയിൽ നിന്ന് റോഡ് 3 ലൈൻ 8 ലൈൻ എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ ചാർജിലുള്ള സ്റ്റൈലിലുള്ള റോഡുകൾ തന്നെയാണ് കിട്ടിയത്. പക്ഷേ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു മീഡിയം സ്പീഡിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചണ്ഡീഗഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ലെവലായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ റോഡുകളും റോഡിൻ്റെ സൈഡുകളും. അതായത് ബിൽഡിങ് എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ രീതിയിലുള്ള 2 സൈഡിലും ഒരേപോലെ പണിത ഇത്. അതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു വേറെ ലെവൽ, ഒരു പ്ലാൻഡ് സിറ്റി നമുക്ക് ഫീൽ ചെയ്യാം ഇതിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ. ഈ കടകളാണെന്നുണ്ടെങ്കിലും എല്ലാം ബ്രാൻഡഡ് ഷോപ്പുകൾ ആണ് അധികവും. 90% നമുക്ക് ബ്രാൻഡഡ് ഷോപ്പുകൾ. ഇത്രയും ബ്രാൻഡഡ് ഷോപ്പുകൾ പർച്ചേസ് ചെയ്യാൻ ഇവിടെ ആളുണ്ടോയെന്ന് വരെ സംശയിച്ചു പോകും. കാരണം കൊച്ചിയിലൊക്കെ നമുക്ക് ബ്രാൻഡഡ് ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയകളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ എത്രയോ മടങ്ങ് ബ്രാൻഡഡ് ഷോപ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ചണ്ഡീഗഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ റോഡിൽ ഫ്ലൈ ഓവറുകളൊന്നുമില്ല. എല്ലാ സിഗ്നലുകളും നിർത്തിയിട്ട് വേണം പോകാൻ. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് തന്നെ സിഗ്നലിലും അത്യാവശ്യം ടൈം നിന്നിട്ടാണ് നമുക്ക് പോകേണ്ടി വന്നത്. ഇവിടെ ഈ റോഡിൽ ഫ്ലൈ ഓവറുകളൊന്നും നമുക്ക് ചണ്ഡീഗഡിൽ കാണാൻ പറ്റിയില്ല. നേരത്തെ മതിൽ കണ്ട ഗുരുദ്വാരയുടെ മുൻവശം ഇവിടെയാണ്. സിഗ്നലിലായതുകൊണ്ട് നമ്മളവിടെ സ്റ്റക്കായിപ്പോയി. അങ്ങനെ സിഗ്നലിൽ കറക്റ്റായിട്ടാണ് ഈ ഒരു ഗുരുദ്വാരയുടെ എൻട്രൻസും ഗുരുദ്വാരയും വരുന്നത്. ശരിക്കും ഈ ഒരു റോഡിൻ്റെ ഘടനയും സൈഡിലെ വ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ഫീലാണ് ഈ ചണ്ഡീഗഡ് ടൗണ് നമുക്ക് തന്നിട്ടുള്ളത്. സിഗ്നലുകളിൽ പപ്പടം വയ്ക്കുന്ന ആളുകളെയാണ് കണ്ടത്. കാരണം ഇത്രയും ദൂരം നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാൽ സിഗ്നലുകൾ ഉണ്ടായിരുന്നില്ല, ഫ്ലൈ ഓവറുകൾ മാത്രമായിരുന്നു. എന്തായാലും ഉച്ചഭക്ഷണത്തിൻ്റെ വിളി ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തീർക്കുന്നത്. ഈ ഒരു ധാബയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. ഇന്നും ഭക്ഷണത്തിൽ വെറൈറ്റി ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സ്ഥിരം എടുക്കുന്ന മെനു തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുളുവിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത്. എനിക്കധികം ടൗണുകളോ കാര്യങ്ങളോ ഇല്ല. മാത്രമല്ല സമയം 5:30 മണി സമയമായതുകൊണ്ട് തന്നെ ഇനി അധികം സാധനം കിട്ടാനില്ല. പിന്നെ ഈ റൂട്ടിൽ അത്യാവശ്യം തുരങ്കങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഹൈ റേഞ്ചിലേക്ക്, അതായത് ഹിമാലയൻ കാശ്മീർ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തുരങ്കങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം അത്രയധികം തുരങ്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ആകെ ഒരു കുതിരാൻ തുരങ്കം വെച്ചിട്ട് മാത്രം നമ്മൾ ഒരുപാട് പേര് ടൂറായിട്ടും വിസിറ്റായിട്ടും കാണാൻ പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്റ്റേ. ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം. കാരണം ഇത് അത്യാവശ്യം കാണാനുള്ള ഒരു ഗ്രാമത്തിലുള്ള ക്യാംസ്റ്റർ വില്ല എന്നറിയപ്പെടുന്ന ഒരു ഹോം സ്റ്റേ പോലെയുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വില്ലയാണ്. ഇതിൻ്റെ കാഴ്ചകൾ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം നാളെ നമ്മളധികം എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ഇത് അത്യാവശ്യം വുഡൻ സ്ട്രക്ചറിൽ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് സെറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം അക്കോമഡേഷൻ ഫെസിലിറ്റി കാര്യങ്ങൾ, ഇവിടെ ഒരു റൂം, അപ്പുറത്തൊരു റൂം, താഴത്തെ റൂം, അങ്ങനെ ഒരു 3 റൂം ഇതിനകത്തുണ്ട്.